ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവന് കോട്ടയും സങ്കേതവും, അവന് ജീവന്റെ സംഗീതവും, അവന് ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോടു ചേർക്കും കരുതുന്ന സ്നേഹപിതാവാണവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോടു ചേർക്കും കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവന് കോട്ടയും സങ്കേതവും, അവന് ജീവന്റെ സംഗീതവും, അവന് ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആദ്യമായി 2 വേദഭാഗം വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതിന് ശേഷം 15-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യം വായിക്കാം. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. എന്നാൽ ദൈവം
കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ മനുഷ്യരായ നമ്മളെയും അവൻ ഉയർപ്പിക്കും. രണ്ടാമത്തെ ഭാഗം 15-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യം വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച വാക്യത്തിൻ്റെ ആകെ ചുരുക്കം എന്താണ്? അതാണ് നമ്മുടെ ഭാവി. നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ഭാവി അതാണ്. ദൈവമക്കളെ, അത് ഇന്നാണോ നാളെയാണോ നാളെ കഴിഞ്ഞാണോ ഏതാണ് നാൾ കഴിഞ്ഞാണോ അത് നമുക്കറിയാൻ മേല. പരീക്ഷ ജയിക്കുക, ഒരു വിവാഹം നടക്കുക, ഒരു വീടുണ്ടാവുക, പ്രിയപ്പെട്ടവരെ, അങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസം നടത്തുക, അതെല്ലാം നമ്മുടെ താൽക്കാലികമായ ഭാവിയാണ്. എന്നാൽ മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ഭാവി ഒന്നാണ്. ഈ ഭൂമിയിൽ വിദ്യാഭ്യാസത്തിൽ നാം പലരും വ്യത്യാസമുണ്ട്, ജോലിയിൽ വ്യത്യാസമുണ്ട്, നിറത്തിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്, കുടുംബ പശ്ചാത്തലത്തിലും സമ്പത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ഭാവി ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എന്താണ് ആ ഭാവി? ജീവനുള്ള ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും മരണം കഴിയുമ്പോൾ ആ ദൈവം നമ്മളെയും ഉയർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്തിനാണ് മരണം? അതാണ് നാം വായിച്ചു കേട്ടത്. മാംസരക്തങ്ങൾക്ക്, ഇന്നത്തെ ഈ ശരീരത്തിന് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഇന്നത്തെ ഈ ശരീരത്തോടുകൂടെ ദൈവമക്കളെ, നാം എത്രയെല്ലാം സൂക്ഷിച്ചാലും ശരി, ഈ ശരീരത്തോടുകൂടെ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവരാജ്യം അഴിഞ്ഞു പോകാത്ത, ഈ ഭൂമി പോലെയുള്ളതല്ല, അത് നിത്യമാണ്, ദ്രവത്വമില്ലാത്തതാണ്. ഈ ഭൂമി ദ്രവിച്ചു പോകുന്ന ഭൂമിയാണ്, ഇല്ലാതായി പോകുന്ന ഭൂമിയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ശരീരവും ഇല്ലാതായി പോകുന്ന ശരീരമാണ്. ഈ ശരീരത്തിന് എല്ലാ കാലവും നിലനിൽക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ഇന്നുള്ള ശരീരത്തിന് പകരം ഒരു ദ്രവിച്ചു പോകാത്ത ശരീരം കിട്ടണം. ഇത് കിട്ടുമെന്നാണ് നാം വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ എല്ലാവരുടെയും ഭാവി. പ്രിയപ്പെട്ടവരെ, 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലം പോളണ്ട് എന്ന് പറയുന്ന രാജ്യം, അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മനുഷ്യരെ തടവിലാക്കും. അവിടെ കൂലിപ്പണി ചെയ്യാനും അതുപോലെ ആക്കുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്നു. ആ സമയത്ത് ആ ക്യാമ്പിൽ കിടന്ന ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു. അവനെങ്ങനെയോ ജയിലിൽ ചാടിപ്പോയി. അപ്പോൾ ജയിൽ അധികൃതർ തീരുമാനിച്ചു, ആ കുറ്റവാളി രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അത് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളിൽ 10 പേരെ കൊല്ലൂന്ന് പറഞ്ഞു. കൊല്ലാൻ വേണ്ടി 10 പേരെ മാറ്റി നിർത്തി. അവർക്കറിയാൻ പാടില്ലായിരുന്നില്ല. പക്ഷേ ഈ മാറ്റി നിർത്തിയതിൽ ഒരാൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന്. അപ്പോൾ ഈ ജയിലധികാരി ചോദിച്ചു, എന്നാ ഇവനീ പറയണേൻ്റെ കാര്യം, എന്നെ കുഞ്ഞെന്ന് പറയണേ എന്താ? അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു കൊടുത്തു, അവന് ഒരു അറിയിപ്പ് കിട്ടി, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ഭാര്യ പ്രസവിച്ചു, അവനൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ അവൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ കൊല്ലല്ലേ, എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു ജയിൽ പുള്ളി, ഈ 10 പേരിൽ പെടാത്ത വേറൊരാൾ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അവനെ കൊല്ലണ്ട, അവന് പകരം എന്നെ കൊന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കുറ്റവാളിയെ അവനെ കൊന്നില്ല, അവന് പകരം ഒരാളെ കൊന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ കുറ്റം ചെയ്താൽ കോടതി 1000 രൂപ പിഴയിട്ടാൽ നിങ്ങൾ കൊടുക്കും, 1,00,000 രൂപ പിഴയിട്ടാൽ നിങ്ങൾ കൊടുക്കും.
അല്ല കുറച്ചും കൂടെ തുക കൂടുതലാണെങ്കിൽ നിങ്ങൾ വീട് വിറ്റ് എന്തെങ്കിലും കൊടുക്കും. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് പകരം മരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ മക്കൾക്ക് പകരം മരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അല്ല, നിന്റെ ഭർത്താവിന് പകരം, നിന്റെ ഭാര്യയ്ക്ക് പകരം മരിക്കാൻ നീ തയ്യാറാകുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് പകരം, നിങ്ങളുടെ ഭർത്താവിന് പകരം മരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ ശത്രുക്കൾക്ക് പകരം മരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളോട് വിരോധമുള്ളവർ, നിങ്ങളെ വീട്ടിൽ സിംഹം, ദൈവത്തിന് സ്തോത്രം, അതെല്ലാം വേദപുസ്തകത്തിൽ പറയും. ഞാൻ 57-ാം സങ്കീർത്തനം വായിച്ചാൽ നമുക്ക് കാണാം എവിടെയാണ് വീട്ടിൽ സിംഹമുള്ള കാര്യം. 57-ാം സങ്കീർത്തനമാണ് പറയുന്നത്. 57-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, വീട്ടിൽ സിംഹമുള്ള കാര്യം. 57-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിച്ച്. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കിടക്കുന്നവർ തീയാണ്, അവരുടെ നാവ് തീയാണ്, തീ പോലെയുള്ളവരാണ് അവർ. എൻ്റെ കൂടെ കിടക്കുന്നവർ തീയാണ്, സിംഹമാണ് എൻ്റെ അടുത്ത് കിടക്കുന്നത്. വായിച്ചു. പല്ലുകൾ കുന്തങ്ങളും, പല്ലുകൾ കുന്തങ്ങളും, അസ്ത്രങ്ങളും, നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം വീടുകളിലെ കിടക്ക് എങ്ങനെയല്ലേ? കിടപ്പുമുറി എങ്ങനെയല്ലേ? അനേകരുടെ കിടപ്പുമുറിയിൽ സിംഹമാ കൂടെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വാളുകൾ കുന്തങ്ങളായിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് വായിച്ച് ഒന്നുകൂടെ കേൾക്കട്ടെ. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. തീ പോലുള്ള മനുഷ്യരുടെ കൂടെ കിടക്കുന്നയാള് തീ പോലെയാണ്. അതുപോലെയുള്ളതായ പ്രിയപ്പെട്ടവരെ, വേദനിച്ചാണ് കിടക്കുന്നത്. കിടപ്പുമുറികളുടെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിക്കുന്ന ചുറ്റുപാടിൽ മനുഷ്യൻ സഹിക്കുന്ന വേദനകളാണ് ഈ പറയുന്നത്. കൂടെ ജീവിക്കുന്നവർ സഹിക്കുന്ന വേദന, നമ്മളോട് അടുക്കുന്നവർ സഹിക്കുന്ന വേദന, നമ്മളോടുകൂടെ ജീവിക്കുന്നവർ സഹിക്കുന്ന വേദന എന്തൊക്കെയാണ്? പിന്നെ പല്ലുകൾ കുന്തങ്ങള്, അസ്ത്രങ്ങളും, നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, മൂർച്ചയുള്ള നാവ്, ശപിക്കാത്ത നാവ് ഏതാ ഉള്ളത്? ഇവിടെ ഇരിക്കുന്നതിൽ പ്രാകാത്ത നാവ് ആർക്കാ ഉള്ളത്? മരുമകളെ ശപിക്കാത്ത എത്ര അമ്മമാരുണ്ട്, എത്ര മരുമക്കളുണ്ട്, എത്ര അമ്മായിമ്മമാരുണ്ട്. ഭാര്യയെ ശപിക്കാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ നേരെ പല്ല് കടിക്കാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിൻ്റെ നേരെ, പ്രിയപ്പെട്ടവരെ, അതുപോലെ ഭർത്താവിനെ ദ്വേഷിക്കാത്ത എത്ര ഭാര്യമാരോട് ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം കുടുംബജീവിതം എങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ? അവിടെയെല്ലാം സുഖപ്രദമാണോ? സമാധാനമുള്ളതാണോ? അവിടെയെല്ലാം മനുഷ്യരാണോ കൂടെ കിടക്കുന്നത്? സിംഹങ്ങളെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? വീടിനെ കുറിച്ച് നിങ്ങൾ പറയാറുള്ളത് നരകമെന്നല്ലേ? പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണത്? മനുഷ്യ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ ഏത് ഭർത്താവാണ് തയ്യാറാകുന്നത്? ഏത് ഭാര്യയാണ് തയ്യാറാകുന്നത്? എന്നാൽ വേദപുസ്തകം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, കർത്താവായ യേശു ആർക്ക് വേണ്ടി മരിച്ചു? പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു അവന്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. യേശു ക്രിസ്തു മരിച്ചത് അവന്റെ ശത്രുക്കളായ മനുഷ്യർക്ക് വേണ്ടിയാണ്. എന്നുവെച്ചാൽ അവന്റെ ശത്രുക്കൾ നമ്മളാണ്. പാപം ചെയ്യുന്ന നമുക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ കൊണ്ട് രക്തത്താൽ പോയി കോപം താതന്റെ. കർത്താവായ യേശു തന്റെ മരണശേഷം ആദാവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നതായ വാക്കുകളായിട്ടാണ് പിതാക്കന്മാർ പാടിയത്. ആദാവിനോട് അവൻ പറയുകയാണ്, നീയാണ് കുറ്റം ചെയ്തത്, അതിനു പകരം ഞാൻ മരിച്ചു. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടു അടികൾ. ഏതൻ കനി നീ, അനുസരണക്കേടിൻ്റെ കനി നീ തിന്നതിനാൽ ഞാൻ കയ്പ് കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിയ രക്തത്താൽ, എൻ്റെ രക്തത്താൽ
പിതാവായ ദൈവത്തിന് നിന്നോടുള്ളതായ കോപം മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ നല്ലവനായ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു നിൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്താണ് അപ്പോസ്തലൻ പിന്നെ പറയുന്നത്? 1 കൊരിന്ത്യർ 15 50 വാക്യം വായിക്കാം. 50 വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15:50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, കാരണം മനുഷ്യർക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ കണ്ണുകാഴ്ചയില്ലാത്ത ഒരാൾക്ക് കണ്ണുകാഴ്ച ഒരാളെ പോലെ നടക്കാൻ പറ്റുമോ? ഒരു കാലില്ലാത്ത ഒരാൾക്ക് കാലുള്ള ആളെ പോലെ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവർ, അതുപോലെ മനുഷ്യരായി നമുക്ക് അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്ത് മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ കാലിൻ്റെ മുടന്തും, പ്രിയപ്പെട്ടവരെ, കാഴ്ചയില്ലാത്ത കണ്ണും ഈ ശരീരത്തിൻ്റെ നിർജീവമായതും എല്ലാം പോക്കുന്നതായ ഒരു ദിവസമുണ്ട്. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യ അവകാശമാക്കുവാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശരീരം കൊണ്ട് നമുക്ക് ദൈവരാജ്യം കിട്ടുകയില്ല. അതിന് പകരം നമുക്ക് വേറൊരു ശരീരം ഉണ്ടായേ പറ്റുകയുള്ളൂ. വേറൊരു ശരീരം ഉണ്ടായേ പറ്റുകയുള്ളൂ. അടുത്ത വാക്യം എന്താണ്? ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു പഠിപ്പിക്കുകയാണ്, ഈ ശരീരത്തിന്, പുനരുത്ഥാന ശരീരത്തിന് ഊനമുണ്ടാവുകയില്ല. ഇന്ന് കണ്ണില്ലായിരിക്കാം, പക്ഷേ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കണ്ണുകാഴ്ചയുണ്ടാകും. ഇന്ന് കാലില്ലായിരിക്കാം, പക്ഷേ മരിച്ചവരിൽ എഴുന്നേറ്റ് വരുമ്പോൾ നടക്കാൻ ആവശ്യമായതെല്ലാം നമുക്കുണ്ടാകും. എല്ലാ മനുഷ്യർക്കും കണ്ണുകാഴ്ചയുണ്ടാകും. എല്ലാവർക്കും, പ്രിയപ്പെട്ടവരെ, നടക്കാൻ കാലുകളും ഉണ്ടാകും. എല്ലാം ഉണ്ടാകും. മരണശേഷം, പ്രിയപ്പെട്ടവരെ, വീണ്ടും മനുഷ്യർക്ക് സംശയമാണ്, മരണശേഷം വിവാഹ ജീവിതമുണ്ടോ? വേദപുസ്തകം പഠിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം വായിച്ചു നോക്കാം. എന്താണ് 19 അധ്യായത്തിൽ പറയുന്നത്? ദൈവമക്കളെ, നമുക്കറിയാം, ഒരു മനുഷ്യന് 2 വിവാഹം കഴിക്കുന്നവരുണ്ട്. ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അപ്പോൾ 2 വിവാഹം കഴിക്കും. പുനരുത്ഥാനത്തിൻ്റെ നാളിൽ ആരുടെ ഭാര്യയായിരിക്കും? ആരുടെ ഭർത്താവായിരിക്കും? ഇങ്ങനെയുള്ള കുടുക്ക് ചോദ്യങ്ങൾ കർത്താവായ യേശു പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴും മനുഷ്യൻ കുടുക്ക് ചോദ്യം ചോദിച്ചു. 1 കൂടുതൽ വിവാഹം കഴിച്ചിട്ടുള്ളവർ പുനരുത്ഥാനത്തിൻ്റെ നാളിൽ ആരുടെ ഭാര്യയായിരിക്കും? ആരുടെ ഭർത്താവായിരിക്കും? പ്രിയപ്പെട്ടവരെ, അതിന് കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? വായിച്ചു കേൾക്കാം. 35-36 വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവൻ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. പ്രിയപ്പെട്ടവരെ, മരണശേഷം ഇതൊന്നുമില്ല. അവിടെ അവർ മരണമില്ല. മരിച്ചവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മരണമില്ല, പിന്നെ മക്കളില്ല, അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധമൊന്നുമില്ല. കാരണം മക്കൾ ജനിക്കേണ്ട ആവശ്യമില്ല അവിടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയൊരു പുനരുത്ഥാനമുണ്ട്, കർത്താവ് പഠിപ്പിച്ചു. അതാണ് നാം വായിച്ചു കേട്ടത്. അപ്പോസ്തലൻ പഠിപ്പിച്ചു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴുള്ളതായ അവസ്ഥ. മരണം കഴിഞ്ഞാലും നരകത്തിലും സ്വർഗത്തിലും കിടക്കുന്നവരൊക്കെ പരസ്പരം കാണാം. നമുക്കറിയാമല്ലോ, ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. ധനവാന് സ്വർഗത്തിലിരിക്കുന്ന ലാസറിനെ കാണാം. ധനവാന് സ്വർഗത്തിലിരിക്കുന്ന അബ്രഹാം പിതാവിനോട് സംസാരിക്കാം. ഭൂമിയിലിരിക്കുന്ന സഹോദരന്മാരോട് പറ്റൂല, പക്ഷേ സ്വർഗത്തിലുള്ളവരോട് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, മരണശേഷവും സ്വർഗവും നരകവും തമ്മിൽ സംസാരിക്കാം. എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാം. ഇതെല്ലാം കാണുകയും ചെയ്യാം. ഭൂമിയിലുള്ളവരുമായി ബന്ധപ്പെടാൻ പറ്റില്ല, പക്ഷേ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ മാറുവാൻ കഴിയുകയില്ല. അതിലൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എത്രമാത്രം വേദനയേറിയ യാഥാർത്ഥ്യങ്ങൾ, എത്രമാത്രം കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യം പറയാൻ പഠിച്ചു. 35-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായൊരു വേദപുസ്തകം വാങ്ങിയത്. പഠിച്ച കാലത്ത് എന്തെല്ലാം പുസ്തകങ്ങൾ വാങ്ങി. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് സാരി, മാല, ചെരുപ്പ്, കുട, മക്കളുണ്ടായപ്പോൾ പുസ്തകം, കുട ഒക്കെ മേടിച്ചു.
പക്ഷേ ഞാൻ വേദപുസ്തകം ഒരിക്കലും മേടിച്ചിട്ടില്ല. എൻ്റെ പിതാവ് ഒരു പള്ളിയിലെ ശുശ്രൂഷക്കാരനായിരുന്നു, കണ്ടനാട് പള്ളിയിലെ. അപ്പനെ സഹായിക്കാൻ ഞാൻ മധുവായ ശുശ്രൂഷക്കാരനായിരുന്നു. ഞാൻ പള്ളിയിൽ വേദപുസ്തകം വായിച്ചിട്ടുണ്ട്, വീട്ടിൽ വായിച്ചിട്ടില്ല. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വേദപുസ്തകം പഠിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഭാര്യ വിവാഹം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ യേശുവിനെ അറിയാനിട വന്നു. ഞാൻ 35-ാമത്തെ വയസ്സിൽ ആദ്യമായി ഞാൻ വേദപുസ്തകം വാങ്ങിച്ചു. അന്ന് മുതലാണ് ഞാൻ സാക്ഷ്യം പറയാൻ തുടങ്ങി. ഞാൻ വചനം പറയാൻ പഠിച്ചു. ദൈവമക്കളെ, എന്തെല്ലാം വേദനയിലൂടെ കടന്നു പോകുന്നു. നിങ്ങളും കടന്നു പോയിട്ടുണ്ട് അനേക വേദന, അനേക സങ്കടങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭാര്യ തളർന്നു കിടന്ന കാലമെല്ലാം ഞാൻ ഓർക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പോലും ഭാര്യയ്ക്ക് കഴിയാതെ ഞാനന്ന് എറണാകുളത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ക്വാർട്ടേഴ്സിലാലുമായി താമസിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ ഒന്ന് ചുമക്കാൻ ഞാൻ നോക്കി. ഞാൻ എടുത്താൽ പൊങ്ങില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാത്റൂമിൽ കൊണ്ടുപോകാനാണ്, പക്ഷെ എനിക്ക് സാധ്യമായിരുന്നില്ല. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഇനി എഴുന്നേക്കില്ല, ഇനി തന്നെ ഇയാളുടെ ഭാര്യ എഴുന്നേക്കില്ല. ഐ ആം സോറി മാൻ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാര്യയെ ഞാൻ ചുമന്നില്ല. എൻ്റെ ഭാര്യ കർത്താവായ യേശുവിനെ പിടിച്ചു മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ ഭാഗ്യം ഞാൻ അനുഭവിച്ചു. അതിൻ്റെ ഭാഗ്യം എൻ്റെ ഭാര്യയെ കർത്താവായ യേശു ഒരു മരുന്നും കൂടാതെ സൗഖ്യമാക്കി. ഒരു മരുന്നും കൂടാതെ ഒരു ദിവസം സൗഖ്യമായി. യേശു ക്രിസ്തു അവളുടെ രോഗക്കിടക്കയിൽ കിടന്നു വന്ന് അവളെ സൗഖ്യമാക്കി. ചികിത്സിച്ച ഡോക്ടർ അവളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചിട്ടാണ് സൗഖ്യം പ്രാപിച്ചതെന്ന്. എൻ്റെ ഭാര്യ ഡോക്ടറോട് സാക്ഷ്യമാണ് പറഞ്ഞത്, യേശു ക്രിസ്തു കഴിഞ്ഞ രാത്രി എന്നെ സൗഖ്യമാക്കിയെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ദുഃഖങ്ങൾ കണ്ടാലും, എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും അതെല്ലാം മറക്കുന്ന ഒരു ഭാഗ്യകാലം വരുന്നു. ഒരു മാങ്ങയണ്ടി, അല്ലെങ്കിൽ ഒരു കശുവണ്ടി, അല്ലെങ്കിൽ ഒരു ചക്കക്കുരു, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണമെങ്കിൽ തല്ലിപ്പൊട്ടിക്കാം. മറിച്ച് അതിനെ പറമ്പിലേക്ക് എറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൈകൊണ്ടൊരു കുഴി കുത്തി അതിനെ കുഴിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? അതിനകത്തുനിന്നൊരു മുള വരും. അതിനകത്തുനിന്നൊരു ജീവൻ മുള പൊങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഒരു ജീവൻ പൊങ്ങി വരും. എവിടെയാണ് ആ ജീവൻ ഇരുന്നത്? ആരാണ് അതിനകത്തൊരു ജീവൻ വെച്ചത്? അതറിയാൻ പാടില്ല. ദൈവമക്കളെ, ഇതുപോലെ നാം മരിച്ചു കഴിയുമ്പോൾ, നമ്മളെ അടക്കി കഴിയുമ്പോൾ അതിനകത്തുനിന്നൊരു മുള വരും, ഒരു ജീവൻ വരും, ഒരു ജീവൻ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. മരണശേഷമുള്ള പുനരുത്ഥാനം. ഞാനിതെല്ലാം മറക്കുന്ന ഒരു ഭാഗ്യകാലം വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഷ്ടങ്ങളിലൂടെ പോകുന്നവരാണോ? മഹാരോഗത്തിലൂടെ പോകുന്നവരാണോ? ദൈവത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഒരു ഭാഗ്യകാലം വരുന്നുണ്ട്. എങ്ങനെയാണ് ദൈവമക്കളെ ഇതെല്ലാം സംഭവിക്കുക? അതിനാണ് കർത്താവായ യേശു പറഞ്ഞു, ദൈവമക്കളെ, നമ്മുടെ അകത്തുനിന്നൊരു ജീവൻ വരും. ആ ജീവൻ എപ്പോഴാണ് വരുന്നത്? നമുക്കറിയാം, വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുമ്പോൾ ഒരു കുഞ്ഞു പിറക്കും. അത് സ്വാഭാവികമാണ്. അത് ലോകത്തിൻ്റെ പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ ഒരു ദൈവിക നിയമമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കെടുന്ന വിധത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ മനുഷ്യൻ വീണ്ടും ജനിക്കും. ദൈവമക്കളെ, ആ വീണ്ടും ജനനത്തിൻ്റെ സമയമാണിപ്പോൾ. ആ വീണ്ടും ജനനം പ്രാപിച്ചവരാണ് ദൈവമക്കളെ ആദ്യം ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അവരാണ് കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ അവരുടെ ശരീരമാണ് അത് ഉയർത്തെഴുന്നേൽക്കുന്നത്. അവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ദൈവമക്കളെ, ആ വീണ്ടും ജനനത്തിൻ്റെ സമയമാണിപ്പോൾ. നമ്മുടെ പുസ്തകം അടച്ചു വച്ചിട്ട് ശാന്തമായി ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. കെടുന്ന വിധത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും
ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ വീണ്ടും ജനിച്ചു. വീണ്ടും ജനനത്തെക്കുറിച്ച് ദാവീദ് പറയും, അകത്തൊരു ദീപം കത്തുന്നത് പോലെ യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അകത്ത് ഒരു ദീപം കത്തുന്ന അനുഭവം ഉണ്ടാകുന്നു. പ്രവാചകന്മാർ പറഞ്ഞു, ഒരു പുതിയ ഹൃദയം ഉണ്ടാകുന്നു എന്ന്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒരു ശിശുവിൻ്റെ ഉള്ളിൽ ഒരു ശിശു ഉരുവാകുന്നു എന്ന്. പ്രിയപ്പെട്ട ഒരു അമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞുരുവാകുന്നത് പോലെ ദൈവവേദലെ, തലവണക്കിയിരിക്കുന്ന ദൈവവേദലെ, നിൻ്റെ അകത്ത് യേശുക്രിസ്തു ഉരുവാകുന്ന സമയമാണ്. ഉരുവാകുന്ന സമയമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കും, പരിശുദ്ധാത്മാവിനാൽ നിനക്ക് പാപബോധം വരും. ഹല്ലേലൂയ. നീ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ആത്മാവ് നിനക്ക് ഓർമ്മ തരും. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ആത്മാവ് നിനക്ക് ഓർമ്മ തരും. നിൻ്റെ ബാല്യത്തിലെ പാപങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കുന്നുണ്ട്. നിൻ്റെ യൗവനത്തിലെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കുന്നുണ്ട്. നീ നടന്നുപോയ വഴികളെക്കുറിച്ച്, നീ ചെയ്തു പോയ ക്രിയകളെക്കുറിച്ച്, നീ പറഞ്ഞ വാക്കുകളെക്കുറിച്ച്, നിൻ്റെ മ്ലേച്ഛതയെക്കുറിച്ച്, നിൻ്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നെ ഓർപ്പിക്കുന്നുണ്ട്. അവൻ്റെ കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റടിക്കുമ്പോഴാണ്, വചനവും കൂടെ ആ കാറ്റും കൂടെ അടിക്കുമ്പോഴാണ് ആത്മാക്കൾ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ചവരാണ് പ്രിയപ്പെട്ടവരെ, അവരെയാണ് അടക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളതായ പുനരുത്ഥാനത്തിൻ്റെ ഒരു കാലം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവവേദലെ, നിനക്കൊരു പുനരുത്ഥാന ജീവിതം ആവശ്യമുണ്ടോ? നീ വിചാരിച്ചാലും ഇല്ലെങ്കിലും ശരി, മരിച്ചവർ രക്ഷകരായി ഉയർത്തെഴുന്നേൽക്കും. അനേകർ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിദ്ര കൊള്ളുന്നവർ അനേകർ ഉയർത്തെഴുന്നേൽക്കും. ഒരു പുനരുത്ഥാനത്തിൻ്റെ കാലം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് ദുഃഖിക്കരുതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരിച്ചവർ രക്ഷകരായി ഉയർക്കുകയും നാം പുനരുത്ഥാനം ചെയ്യുന്ന ഒരു നാഴിക വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി അവനും ഇവനും ഇവിടെ ജനിച്ചുവെന്ന് യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവനിവിടെ ജനിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഈ നല്ലവനായ യേശുവിന് വേണ്ടി, നിനക്ക് വേണ്ടി ജനിച്ച്, നിനക്ക് വേണ്ടി മരിച്ച്, നിനക്ക് വേണ്ടി തുപ്പലേറ്റ്, നിനക്ക് വേണ്ടി ചാട്ടവാറേറ്റ്, നിനക്ക് വേണ്ടി മിണ്ടാതിരുന്ന് നിന്ദനായി അപമാനം സഹിച്ച് നിന്ദ സഹിച്ച് കാൽവരിയിൽ നിനക്ക് വേണ്ടി രക്തം ചിന്തിയവനായ ഈ നല്ലവനായ യേശുവിന് വേണ്ടി ഇന്ന് ഹൃദയം കൊടുക്കാൻ ആരെല്ലാം തയ്യാറുണ്ട്? പ്രിയപ്പെട്ടവരെ, ഇതുവരെ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ഞാൻ നിത്യലജ്ജയ്ക്ക് വേണ്ടിയല്ല, നിത്യജീവന് വേണ്ടി ഞാൻ എഴുന്നേറ്റ് വരുമെന്നുള്ളതായ ആ പ്രത്യാശയോടുകൂടെ ഇന്ന് രാത്രി ജീവിതം യേശുവിന് കൊടുക്കാൻ ആരെല്ലാം തയ്യാറുണ്ട്? പ്രിയപ്പെട്ടവരെ, അവർക്ക് അവരുടെ കരങ്ങളെ ഉയർത്താം. ഹല്ലേലൂയ. അവർക്ക് അവരുടെ കരങ്ങളെ ഉയർത്താം. അങ്ങനെ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നിന്ന് കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന വിശ്വാസത്തോടുകൂടെ കരങ്ങൾ ഉയർത്തിയ ദൈവമക്കളെ ഓർത്ത് നമുക്ക് ഹല്ലേലൂയ പറയാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നാൾ വരുന്നുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ പ്രിയപ്പെട്ടവരെ മധ്യാകാശത്ത് വരുമ്പോൾ, കാന്തം മുകളിൽ വരുമ്പോൾ ഇരുമ്പ് സൂചികൾ മുഖി പറക്കുന്നത് പോലെ ദൈവമക്കളെ നാം മധ്യാകാശത്തേക്ക് പറന്നു പോകും. നാം മധ്യാകാശത്തേക്ക് പറന്നു പോകുന്ന ഒരു കാലം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ബലമാണിപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ബലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ അടുക്കലേക്ക് ക്രിസ്തു കടന്നു വരുന്നുണ്ട്. മകനെ, നിനക്ക് പറക്കാനുള്ള ബലം ഞാൻ തരാം. നീ എൻ്റെ ഹൃദയത്തിലേക്ക് നീ എന്നെ വിളിക്കൂ. നീ എൻ്റെ ഹൃദയത്തിലേക്ക് എന്നെ വിളിക്കൂ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കൂ. മകനെ, നീ ഒരു വാക്ക് നിൻ്റെ നാവ് കൊണ്ട് പറ. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവരാണ്.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാവെടുത്ത് പറഞ്ഞാൽ മാത്രം മതി, കർത്താവായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. മരണശേഷമുള്ള പുനരുത്ഥാനത്തിൽ എനിക്കും പങ്കും ഓഹരിയും തരണമേ. കർത്താവേ, ഈ കരങ്ങളെ പിടിക്കണമേ, ഇവരുടെ സങ്കടം പോക്കണമേ, ഇവരുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ, ഇവരുടെ രോഗമുള്ള ശരീരത്തിലേക്ക് നിൻ്റെ സൗഖ്യദായകമായ രക്തമൊന്ന് പകരണമേ, ഇവരുടെ ബുദ്ധിപരമം മാറ്റണമേ, ഇവരുടെ ചിന്താശക്തിയെ മാറ്റണമേ, ഇവരുടെ മദ്യപാനം മാറ്റണമേ. ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വക, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വക. നിങ്ങൾക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വക, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വക, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വക, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അരിമനാഥ, സ്നേഹപിതാവേ, ഈ മക്കളെ നീ നടത്തിയ കൃപക്കായി സ്തോത്രം. നീ ആരാണെന്ന് പറഞ്ഞു കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നിന്റെ സങ്കടം നീ അറിയിച്ച കൃപയ്ക്കായി സ്തോത്രം. നിന്റെ ആശ്വാസം നീ പകർന്നതിനാ സ്തോത്രം. അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ.